യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവൻ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശു അല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നിവൻ പറയുന്നത്? യേശുവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചകഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്ന് ഇതിനർത്ഥമില്ല. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, പെന്തക്കോസ്തുക്ക് ശേഷമുള്ള 3-ാമത്തെ ഞായറാഴ്ച. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് സഭ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, 6-ാം അധ്യായം പ്രധാനമായും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. എൻ്റെ അടുക്കൽ വരുന്നതിന് ഒരിക്കലും ദാഹിക്കുകയുമില്ല, വിശക്കുകയുമില്ല. ഇത് നമുക്കറിയാം, ഭക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഗണങ്ങളിൽ ഒന്നാണ്. ഭക്ഷണം കഴിക്കുന്നവന് വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല. ഇതൊരു ആത്മീക വിശപ്പിനെക്കുറിച്ചും ഒരു ആത്മീയ ദാഹത്തെക്കുറിച്ചും കർത്താവ് പ്രതിപാദിക്കുന്നു. ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്. നമ്മത് ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് 3 നേരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതുപോലെ തന്നെ ഒരു ആത്മീക ഭോജനം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ആത്മാവ് വളരണം, ആത്മാവ് നിലനിൽക്കണം, ആത്മാവിൻ്റെ ഊർജം ശക്തിപ്പെടണം. ഇതിനെന്ത് വേണം? ഭക്ഷണം വേണം. അതിന് ദൈവം നൽകിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ തിരുശേഷുവിൻ്റെ തിരുശരീരവും തിരുരക്തവും പ്രാർത്ഥന മുതലായവ ആത്മാവിൻ്റെ ഭക്ഷണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും വിശക്കുകയില്ല, നിങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. അത്രമാത്രം ഊർജം നമുക്ക് കിട്ടും, അത്രമാത്രം ആത്മചൈതന്യം നമുക്ക് കിട്ടും. വിശുദ്ധ കുർബാന കൊണ്ട് മാത്രം ജീവിച്ച മനുഷ്യരുണ്ട്. വർഷങ്ങളോളം മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വിശുദ്ധ കുർബാനയോട് മാത്രം ജീവിച്ച മനുഷ്യരുണ്ട്. അത്ര വലിയ ആത്മീയ ചൈതന്യം അവർക്കുണ്ടാകുവാനായിട്ട് സാധിക്കും. പിന്നീട് കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് എനിക്ക് നൽകിയവരെല്ലാവരും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നതിന് ഞാൻ ഒരിക്കലും തള്ളിക്കളയുക. കർത്താവിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വരിക എല്ലാവർക്കും സാധ്യമല്ല. അവിടെയാണ് കർത്താവ് പറയുന്നത്, 2-ാമത്തെ ആശയം പറയുകയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് സാധിക്കുകയില്ല. പണ്ടൊക്കെ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. പള്ളിയിൽ ആളുകൾ വന്നില്ലെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ആളുകൾ വന്നില്ലെങ്കിൽ, ആരാധനയ്ക്ക് ആളുകൾ വന്നില്ലെങ്കിൽ, പ്രാർത്ഥനാ യോഗങ്ങൾ വെച്ചാൽ ആളുകൾ വന്നില്ലെങ്കിൽ, പ്രസംഗങ്ങൾ വെച്ചാൽ ആളുകൾ വന്നില്ലെങ്കിൽ ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു, സങ്കടമായിരുന്നു. അപ്പോഴൊക്കെ നമ്മളിതിനോട് പ്രതികരിക്കും, ആൾക്കാരെ വിളിക്കും, ചോദിക്കും, എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ ഒരു തിരുവചനം തമ്പുരാൻ എനിക്ക് വെളിപ്പെടുത്തി തന്നു. തമ്പുരാൻ എനിക്ക് വെളിപ്പെടുത്തി തന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അങ്ങൊരു സങ്കടം ഉണ്ടായിട്ടില്ല. കാരണം ദൈവത്താൽ ആകർഷിച്ചല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ ഒക്കില്ല. ദൈവത്താൽ ആകർഷിച്ചല്ലാതെ ആർക്കും ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കത്തില്ല. ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിളിയാണ്. അത് പൗരോഹിത്യത്തിലും സന്യസ്തത്തിലും അങ്ങനെയാണെങ്കിൽ പോലും ക്രിസ്തീയ ജീവിതത്തിലും അത് ദൈവവിളിയാണ്. ഒരുവൻ ദേവാലയത്തിൽ പോകണമെങ്കിൽ, ഒരുവൻ ആരാധനാലയത്തിൽ പോകണമെങ്കിൽ, ഒരുവൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് പോകണമെങ്കിൽ, ഒരുവൻ ദൈവവചനം കേൾക്കാൻ പോകണമെങ്കിൽ പോലും
ദൈവം ആകർഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. ദൈവം ആ പ്രേരണ നൽകേണ്ടത്. ദൈവം പ്രേരണ നൽകുന്നില്ലെങ്കിൽ നമുക്ക് പോകുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ യേശുവിനെ കുറിച്ച് ഇവർക്കെല്ലാം സംശയം ഉണ്ടായി, യഹൂദന്മാർക്കെല്ലാം സംശയം ഉണ്ടായി. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. കാരണം ഇവനെയും യൗസേപ്പിനെ അവർക്കറിയാം, മറിയത്തെ അവർക്കറിയാം, അവരുടെ പുതിയ സഹോദരങ്ങളെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദിച്ചു, ഇവൻ ജോസഫിന്റെയും മറിയത്തിന്റെയും മകൻ അല്ലേ? പിന്നെ ഇവനാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്. ജോസഫും മറിയവും ഇവിടെ ലൗകിക പിതാവാണെങ്കിലും ദൈവം പുത്രനെ സ്വർഗത്തിൽ നിന്നും അയച്ചതാണ്. അവൻ സ്വർഗത്തിന്റെ സ്വത്താണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നവനാണ്. അവനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ, അവനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ. അവൻ്റെ വാക്കുകൾ കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. പ്രിയ സഹോദരങ്ങളിൽ ഇന്ന് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം, നമുക്ക് പള്ളിയിൽപ്പെട്ടവരാണ്, പക്ഷെ ദൈവത്തിൽ വിലയം പ്രാപിച്ച് ജീവിക്കുന്നവരല്ല. പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഈ പള്ളി പോക്കെന്ന് പറയുന്നൊരു ഭൗതിക കാര്യം മാത്രമാണ്. ഏതൊരു മനുഷ്യൻ ക്രിസ്തുവിലായി തീരുന്നുവോ, എപ്പോൾ അവൻ ക്രിസ്തുവുമായിട്ടുള്ള അകലം കുറയ്ക്കുന്നുവോ, അവിടെ കൃത്യമായി യോഹന്നാൻ പറയും, തായ്തണ്ടിനോട് ഒട്ടിച്ചേരുന്ന ഒരു ശാഖയെക്കുറിച്ച്. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കണം. അവൻ്റെ ഇഷ്ടങ്ങൾ ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളാകണം, അവൻ്റെ ആഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങളാകണം, അവൻ്റെ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളാകണം, അവൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളാകണം. ക്രിസ്തുവിലാണെന്ന് പറയുകയും ലോകത്തിൻ്റെ പ്രവൃത്തിയിൽ ജീവിക്കുന്നവൻ എങ്ങനെ ക്രിസ്തുവിൻ്റെതാകുന്നത്? അർത്ഥമില്ല, ഒരർത്ഥവുമില്ല. ലോകത്തിനോ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങൾക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ലോകത്തോടുള്ള പ്രീതി ലോകത്തോടുള്ള മമത ദൈവത്തോടുള്ള അപ്രിയമാണ്, ദൈവത്തോടുള്ള ശത്രുതയാണ്. നാം ഈ ലോകത്തിൻ്റെതായി ജീവിക്കുകയും ദൈവത്തിൻ്റെതാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നാം കള്ളം പറയുന്നു. നാം ലോകത്തിൽ നിന്ന് മാറി ദൈവത്തിൽ ജീവിക്കണം. അതാണ് നമുക്ക് ആവശ്യം. നാം നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിത്യത സ്വന്തമാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും വചന ശുശ്രൂഷകളും എല്ലാം നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന സത്യങ്ങളാണ്. ഏതൊരുവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നുവോ അവന് മാത്രമേ ക്രിസ്തുവിനെ അറിയാൻ സാധിക്കത്തുള്ളൂ, ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ വെറും ഫാഷൻ ഷോ നടത്തത്തേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ജീവന്റെ അപ്പമാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുമെങ്കിൽ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുമ്പോൾ നിത്യതയിലേക്ക് കണ്ടിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ആത്മരക്ഷയാണ്, മറ്റുള്ളവരുടെ രക്ഷയാണ്. സ്വന്തം രക്ഷയും മറ്റൊരു രക്ഷയും. ഈ ഒരു ബോധ്യമില്ലാത്ത ഒരുവനും ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് നിത്യതയെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഒരിക്കലും നമ്മുടെ നിത്യരക്ഷയ്ക്ക് കോട്ടം തട്ടാതിരിക്കുവാനും മറ്റാരുടെയും നിത്യരക്ഷയ്ക്ക് നാശമുണ്ടാകാതിരിക്കുവാനും കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.